നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് നേടാനുള്ള ഭരതനാട്യം പരിപാടിക്ക് ആശംസ നേരാനെത്തിയപ്പോൾ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA ഇപ്പോഴും വെന്റിലേറ്ററിൽ. തലക്കേറ്റ ക്ഷതം ഗുരുതരമല്ല, എന്നാൽ ശ്വാസകോശത്തിനേറ്റ ചതവാണ് ആശങ്കയുണ്ടാക്കുന്നത്. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഉമാ തോമസ് ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ. ഡോക്ടർമാർ 24 മണിക്കൂറും അതിനുള്ള ശ്രമത്തിൽ. ഈ അപകടത്തിലേക്ക് നയിച്ചത് അശ്രദ്ധമായി സ്റ്റേജ് കെട്ടിയതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ പണപ്പിരിവ് നടത്താനുള്ള ഒരു തട്ടിപ്പ് പരിപാടിയാണോ എന്ന സംശയവും ശക്തമാവുകയാണ്. 12,000 നർത്തകരെ അണിനിരത്തിയുള്ള മെഗാ ഭരതനാട്യം നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് നേടാനായിരുന്നു പരിപാടി. മൃദംഗ വിഷൻ എന്ന കമ്പനിയുടെ ഇടപാടുകൾ സംശയത്തിലാകുന്നു. ഒപ്പം ഓസ്കർ ഇവന്റ്സ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെയും. സംസ്ഥാന സർക്കാരിന്റെ പരിപാടി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കോടിക്കണക്കിന് രൂപ പിരിച്ച് ഇത്രയും ആളുകളെ സ്റ്റേഡിയത്തിൽ എത്തിച്ച് ഒരു സുരക്ഷയുമില്ലാതെ സംഘടിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞു? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. സംവിധായകൻ ബിനു കിരിയത്ത് പ്രൈം ഡിബേറ്റിലുണ്ട്. ഒപ്പം അരുൺ ദേവ് നേരത്തെ ഈ പരിപാടിക്ക് എതിരെ പോലീസിൽ പരാതി നൽകിയതാണ്. പക്ഷേ പോലീസ് ഗൗനിച്ചില്ല. ഒരു രക്ഷിതാവുണ്ട്, ബിജി ഹിലാൽ. നർത്തകിയായ അമ്മു ഔസേപ്പച്ചനും ചേരുകയാണ്. ആദ്യം ശ്രീ അരുൺ ദേവ്, എന്തായിരുന്നു ഈ മൃദംഗ വിഷന്റെ ഈ മെഗാ ഭരതനാട്യം? അത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കിയിട്ടുള്ളതാണല്ലോ. എങ്ങനെയാണ് താങ്കൾക്ക് ഇവരെ പരിചയം വന്നത്? നിങ്ങളും ഈ സംഘാടകരും തമ്മിൽ ഏത് രീതിയിലുള്ള ആശയവിനിമയമായിരുന്നു നടന്നത്? ഓക്കെ, എനിക്ക് ഞാൻ ഇവരെ കാണുന്ന സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയുന്നത്. ഈ വിവരങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നിന്ന് മൃദംഗനാദം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ അവരുടെ ഇൻസ്റ്റ ഐ ഡിയിലേക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ചോദിച്ച് മെസ്സേജ് അയച്ച സമയത്ത് ആദ്യം തന്നെ ഇതിൻ്റെ MD എന്ന് പറയുന്ന ഈ നികേഷ് എന്ന് പറയുന്ന ആളുടെ നമ്പർ എനിക്ക് അവർ തന്നു. ഇത് പ്രകാരം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്യായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഇതുമായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. എന്നാൽ അവരുമായിട്ട് സംസാരിച്ച സമയത്ത് നിലവിലൊരു സാധ്യത, ഇനി പുതിയൊരു ഒരാൾക്ക് പങ്കെടുക്കാനുള്ള സാധ്യത ഒന്നുമില്ലെന്ന് ഞാൻ അറിഞ്ഞു. അത് പ്രകാരം ഞാൻ കോൾ ഡിസ്കണക്ട് ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് വഴി മറ്റൊരാൾ വഴി സംസാരിച്ച സമയത്ത് അപ്പോൾ എന്തായിരുന്നു ഈ പ്രോഗ്രാം എന്തായിരുന്നു എന്നുള്ള ഒരു വ്യക്തത താങ്കൾക്കുണ്ടായിരുന്നോ? എന്താണ് ഈ പ്രോഗ്രാം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പരസ്യത്തിൽ നിന്ന് ആ വിവരം കിട്ടിയിരുന്നോ? ഇതൊരു ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആ പരസ്യത്തിൽ നിന്ന് അതിൽ പറഞ്ഞത് പ്രകാരം നോക്കുമ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഗിന്നസ് റെക്കോർഡിൻ്റെ ഭാഗമാവാമെന്നും അവർക്കൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇത് ചോദിച്ചപ്പോഴും ഇവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയ മറുപടി അങ്ങനെയായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് താങ്കൾക്ക് വേണ്ടി അല്ലല്ലോ, മറ്റൊരാൾക്ക് വേണ്ടി അവരുമായിട്ട് സംസാരിച്ചതാണല്ലോ, എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അവർ അറിയിച്ചു? അതിനുശേഷം നടന്ന കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു? അവർ ആദ്യം പറഞ്ഞത് 12,000 ആളുകൾ കഴിഞ്ഞു, ഇനി പങ്കെടുക്കാൻ പറ്റില്ല എന്നായിരുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്ത് വഴി സംസാരിച്ചിട്ടാണ് എന്നോട് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത്. ഇതേ വ്യക്തിയുടെ നമ്പർ എനിക്ക് വീണ്ടും തന്നു. ഈ വ്യക്തിയെ ഞാൻ അടുത്ത തവണ വീണ്ടും വിളിച്ചപ്പോൾ വളരെ മാന്യമായ രീതിയിലായിരുന്നു ആദ്യം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായത്. ഫോൺ എടുത്തു, ഞാൻ എൻ്റെ കാര്യം അവതരിപ്പിച്ചു. അവർ നിലവിൽ ഈ ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നീ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇന്ന ആൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആദ്യം അയാൾ തെറി പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അയാൾ ഇതാക്കിയത്. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്ന് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് വളരെ മോശമായ രീതിയിൽ, ഇത് ഒരുപാട് പ്രേക്ഷകർ കാണുന്നതുകൊണ്ട് എനിക്ക് ആ പദങ്ങൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ കോള് അയാൾ പിന്നീട് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സോറി പറഞ്ഞ് ഞാൻ ആ കോൾ ഡിസ്കണക്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. ആ പറഞ്ഞത് പ്രകാരം ഇവരുടെ CEO ഷമീർ എന്ന് പറയുന്ന ആൾ എന്നെ വീണ്ടും കോൾ ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പോൾ ഈ
പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് ഇതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പങ്കെടുപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്കത് പറയാമായിരുന്നു. ഒരിക്കലും വളരെ മോശമായ രീതിയിലുള്ളൊരു സംസാരത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും എന്നെ ബന്ധപ്പെട്ടിട്ട് ആരെയാണോ പങ്കെടുപ്പിക്കേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. അവർ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാമെന്ന് പറയുകയുണ്ടായി. അതുപ്രകാരം ഈ പങ്കെടുക്കേണ്ട ആളുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തു. ഇവരുടെ ഭാഗത്തു നിന്ന് ഫോളോ അപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നീട് യാതൊരു വിധത്തിലുള്ള ഒരു അപ്ഡേറ്റും അതിൽ കിട്ടിയില്ല. പിന്നീട് ഞാൻ തന്നെ 2 ദിവസങ്ങൾക്ക് ശേഷം അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് ഇവർ പിന്നെ UPI ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നത്, പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. UPI ID കൊടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ടും UPI ID ഇൻവാലിഡ് ആണ് എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയത്. അതും നമ്മൾ അങ്ങോട്ട് ചോദിച്ചപ്പോഴായിരുന്നു എനിക്ക് മറുപടി കിട്ടി. അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടോ കാര്യങ്ങളോ ഇല്ല. അങ്ങനെ ഞാൻ നേരിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് സംശയം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പങ്കെടുപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് തുറന്നു പറഞ്ഞോളൂ, വെറുതെ ഇങ്ങനെ 2 ദിവസമായിട്ട് നിങ്ങൾ കളിപ്പിക്കുകയാണ്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇടുന്നത്, ആരെങ്കിലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റാറ്റസ് ഇടുന്നു. അപ്പോൾ ഞാൻ ഈ ഫിലിം റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഇതിലുണ്ടായിരുന്ന ഒരുപാട് മോഡൽസ്, ഡാൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പങ്കെടുക്കാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരിൽ പലരും എനിക്കതിന് മറുപടി തന്നു. അപ്പോൾ പലരുടെ അടുത്തും സംസാരിച്ചതിൽ നിന്ന് ആർക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബില്ല് ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അവിടെ നിന്നാണ് എനിക്കിതിൽ സംശയം തോന്നുന്നത്. അതോടുകൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കി, പല ആളുകളുടെ കയ്യിൽ നിന്ന് പല പേയ്മെൻറ്റാണ് ഇവർ കളക്ട് ചെയ്യുന്നത്. അപ്പം ഞാനത് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 3500 ഗ്രൂപ്പായിട്ട് വരുമ്പോഴും ഒരു കുട്ടി ഗ്രൂപ്പായിട്ട് ടീച്ചറുടെ കൂടെയാണ് വരുന്നതുണ്ടെങ്കിൽ 3500 രൂപയും, സിംഗിളായിട്ടാണ് വരുന്നതുണ്ടെങ്കിൽ 4500 രൂപയുമാണ് വാങ്ങുന്നത്. ഈ 2 പേയ്മെൻറ്റാണ് ഇവർ വാങ്ങുന്നത് എന്നാണ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതുപ്രകാരം ഈ പേയ്മെൻറ്റ് 2 ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എൻ്റെ മറ്റൊരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, അവരുടെ കയ്യിൽ നിന്ന് 2000 രൂപ വാങ്ങിയിട്ടുള്ളൂ എന്നുള്ളത്. മറ്റൊരാൾ അതിലും കൂടുതൽ തുക വാങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ സംശയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള പണപ്പിരിവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാങ്കേതിക വശങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, GSTയുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടോ എന്നുള്ള വിവരം അന്വേഷിച്ചതിൽ തുടർന്ന് അതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് ഇത് ഞാൻ എത്തിക്കുകയും ചെയ്തു. പിന്നീട് അതിൽ കംപ്ലയിൻറ്റ് അവിടുന്ന് ഈ കസ്റ്റമർ കെയർ ഇതിൽ നിന്നും GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്നും അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ യാതൊരു വിധത്തിലുള്ള മറ്റു കാര്യങ്ങളും എന്നെ വിളിക്കുകയോ ഇതിൻ്റെ കോൺടാക്ട് ചെയ്തോ ആയിട്ട് എനിക്കറിയില്ല. ഇനി ഞാനറിയാതെ അവരത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പരാതിക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് യാതൊരുവിധ വിവരങ്ങളും ഇന്ന് ഈ സംസാരിക്കുന്ന നിമിഷം വരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നാണ് എനിക്ക് ആദ്യത്തെ സംശയങ്ങൾ തോന്നുന്നതും. ഇത് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവരുടെ അടുത്ത് തന്നെ ഞാനിത് ചോദിച്ചു. ഈ സംശയം കൂടുതൽ ശക്തിപ്പെട്ടു വന്നതോടുകൂടി ഇവരുമായിട്ട് ഇതിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൊളാബ് ചെയ്തിട്ടുള്ള മറ്റ് കുട്ടികൾ, അങ്ങനെയുള്ള അക്കാദമികൾ, ഇവരുടെയൊക്കെ കോൺടാക്ട് നമ്പർ സംഘടിപ്പിച്ച് ഞാൻ ഇവരെ വിളിച്ചു. ഈ കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർ പേയ്മെൻറ്റ് അടച്ചു, അവർക്കും ഇതേപോലെ തന്നെ റെസിപ്റ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല എന്നുള്ള. ചില ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറയുണ്ടായി, ഞങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള ചാർജ് അടക്കമാണ് വാങ്ങിയത്, പല രീതിയിലുള്ള നല്ല എമൗണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഇനി ടീച്ചർമാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്ത് തന്നെ ആയാലും നല്ല രീതിയിലുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടി. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോലീസിൽ പരാതിയുമായിട്ട് ചെല്ലുന്നത്. എനിക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി, മാനസികമായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് സമീപിക്കുന്നത്. ഓൺലൈനായിട്ടായിരുന്നു പരാതി കൊടുത്തത്. പക്ഷേ ഇതിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ നമ്പറിലേക്ക് ഈ പരാതി അയച്ച സമയം തൊട്ടിട്ട് ഞാൻ ഒരുപാട് തവണ ബന്ധപ്പെട്ടെങ്കിലും ആരും ഇത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ഒന്നാമത്തത്. രണ്ടാമത്തത്, എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് CI സ്ഥലത്തില്ല, CI മറ്റ് വർക്കിലാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ സമയം കിട്ടൂ, നിങ്ങൾ 2 ദിവസം 3 ദിവസം വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 25-ാം തീയതിയാണ് ഈ വിഷയത്തിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുക്കുന്നത്. ആദ്യം കൊടുത്തത് എനിക്കുണ്ടായ മോശമായ അനുഭവവും പിന്നീട് അതിനെ തുടർന്ന് ഞാൻ കണ്ടെത്തിയിട്ടുള്ള പല കാര്യങ്ങളിലും സംശയം, ദുരൂഹതകൾ തോന്നി എന്നുള്ളതുമായിരുന്നു. അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായ സമയത്താണ് മറ്റുള്ള ആളുകളിലേക്ക് ഞാനിത് എത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മാക്സിമം ഓൺലൈൻ വഴി ലഭ്യമായിട്ടുള്ള അക്കാദമികളുടെ നമ്പർ, ഈ കൊളാബ് ചെയ്തിട്ടും മറ്റുമായിട്ട് വന്നിട്ടുള്ള അക്കാദമികളുടെ നമ്പറിലേക്ക് ഞാൻ കോൺടാക്ട് ചെയ്തു. അവരുടെ അടുത്ത് വളരെ വ്യക്തമായ രീതിയിൽ ഞാൻ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും അതത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ അവസാന
ഇതെന്നോണം ഈ പറയുന്ന ഇതിൻ്റെ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദിവ്യ ഉണ്ണി, അവരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവരുടെ അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അവിടുന്നും എനിക്ക് മോശമായ രീതിയിലായിരുന്നു അവിടുത്തെ ഒരു സംസാരവും തുടക്കം. പിന്നീട് അവർക്ക് ഇതുമായിട്ട് മറ്റ് ബന്ധങ്ങളില്ലെന്നും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സംഘാടകരുമായിട്ട് സംസാരിക്കുമെന്നും പറഞ്ഞ് അവരെൻ്റെ കോൾ ഡിസ്കണക്ട് ചെയ്യായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നേരിട്ട പ്രശ്നം. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഈ ഇവൻ്റ് ഇന്ത്യ എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓസ്കാർ എന്ന് പറയുന്ന കമ്പനിയുടെ ആളാണ് അയാളെന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഒരാളാണോ എന്ന് എനിക്കറിയില്ല. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു പുള്ളി എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നു. എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ള വലിയ വലിയ ആളുകൾ ഇതിൽ ഭാഗമാവുന്നുണ്ടെന്നും കളക്ടറുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കമ്മീഷണറുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉൾപ്പെടെയുള്ള വലിയ വലിയ ആളുകൾ ഇതിൻ്റെ ഭാഗമാവുന്നുണ്ടെന്നും അതുകൊണ്ട് ഇവരുടെയൊക്കെ ഞാൻ ഇതിനെതിരെ പോകുന്നതിലൂടെ ഒരു നിയമ പോരാട്ടം നടത്തുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ശത്രുത ഞാൻ വാങ്ങി വെക്കും എന്നും ഉള്ള രീതിക്കായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഇപ്പോൾ ബിജി ഹിലാൽ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ബിജി ഹിലാൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ബിജി ഹിലാൽ, താങ്കൾ എങ്ങനെയാണ് ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായിട്ടും അതുപോലെ തന്നെ മൃദംഗ വിഷൻ എന്ന ഈ കമ്പനിയുമായിട്ടും ആദ്യം സംസാരിക്കാൻ ഇടയായത്? താങ്കളുടെ ആരാണ് ഈ പരിപാടിയിൽ, ഈ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഈ ഒരു മെഗാ ഇവന്റിൽ പങ്കെടുത്തത്? നമസ്കാരം. എന്റെ മകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇവന്റ് മാനേജ്മെന്റ് കാര്യമായിട്ട് നമുക്ക് നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ഇവന്റ് ഡിസംബറിലേക്ക് വരുന്നുണ്ടെന്നും അതുകൊണ്ട് അതിന് പങ്കെടുക്കാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശ്രമമെന്നും അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസാണ് നടക്കുന്നതെന്നും പറഞ്ഞു. 2000 രൂപയാണ് അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് എന്നും പറഞ്ഞു. ആദ്യം നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്. കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഈ 2000 രൂപ നമ്മളോട് മാസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 3-4 മാസങ്ങൾക്ക് മുൻപെയാണ് ഈ 2000 രൂപ നമ്മളോട് വാങ്ങുന്നു. നമ്മൾ ഈ കുട്ടികൾ അതിന്റെ പ്രാക്ടീസിലൊക്കെ ഇടയ്ക്ക് പങ്കെടുക്കുന്നു. ചിട്ടപ്പെടുത്തിയ ഗാനം കോറിയോഗ്രാഫി സഹിതം ആദ്യം അയച്ചു തരുന്നു. ഇടയിൽ വെച്ച് അത് മാറ്റി ദിവ്യ ഉണ്ണി മാത്രം ചിട്ടപ്പെടുത്തിയ കോറിയോഗ്രാഫി അയച്ചു തരുന്നു. 8 മിനിറ്റിലേക്ക് ഇതിന്റെ സമയത്തെ നിജപ്പെടുത്തുന്നു. നമ്മളോട് ഇടയിൽ വെച്ച് ഒരു 1600 രൂപയും കൂടെ പിന്നെയും ഇതിന്റെ ആവശ്യത്തിന് അയച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അപ്പൊ നൃത്ത പരിപാടി നമുക്കറിയാമല്ലോ, വളരെ ചെലവേറിയ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ അത് നടത്തുന്ന ഒരു അധ്യാപകരോടൊക്കെ ഇപ്പോഴും നമുക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. അവരോട്, അതായത് നൃത്തം വിദ്യാലയത്തിനോട് യാതൊരു പരിഭവമോ പരാതിയോ ഇല്ല. അവര് കൃത്യമായി നമുക്ക് അതിന്റെ രേഖകള് നമ്മളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരോട് വാങ്ങിയ, കുട്ടികളോടായിട്ട് വാങ്ങിയത് 2 ഘട്ടമായിട്ട് 3600, 2000-ഉം 1600-ഉമാണ് 2 ഘട്ടമായിട്ട് വാങ്ങിയത്. ഇതിൽ വാങ്ങുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ, കുട്ടികൾ പരിപാടിക്ക് പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണമെങ്കിലും അവർ മിനിമം എന്തെങ്കിലും കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പിന്നിലെ വേറൊരു വശം ചിന്തിക്കാൻ ഇടയായത് ഇന്നലെ നടന്ന സുരക്ഷാ വീഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ്. ഇത്രയും രൂപ നമ്മളോട് മേടിച്ചിട്ട് പോലും ഒരു സുരക്ഷ ഒരുക്കുന്നതിലുള്ള ഇവരുടെ പാളിച്ചകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതും അത് ഒരു ചർച്ച എന്നുള്ള നിലയിൽ ഞാനത് ഷെയർ ചെയ്തതും. അപ്പൊ കുട്ടികളോട് നേരിട്ട് വാങ്ങിയ ഈ കുട്ടികളോട് അധ്യാപകർ മുഖേന അല്ലെങ്കിൽ നൃത്ത വിദ്യാലയങ്ങൾ മുഖേന വാങ്ങിയിട്ടുള്ള പണത്തിന് പോലും കൃത്യമായ രേഖകൾ ഇവർ കൊടുത്തിട്ടില്ല. അതായത് ഒരു രേഖയും അവരുടെ കയ്യിൽ പോലും ഇല്ല. പിന്നെ പല നൃത്ത അധ്യാപകരും പിന്നെ രക്ഷിതാക്കളും ഒക്കെ ഇത് തുറന്നു പറയുന്നതിൽ ഭയമുണ്ട്. എന്തിനാണോ ഭയം എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും അത് അവര് പുറത്ത് പറയുന്നതിനോ ഇത് കാണിക്കാനോ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ശ്രീമതി ബിജി, ഇതൊരു സർക്കാരിന്റെ പരിപാടി എന്ന രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഇവർ പറഞ്ഞിരുന്നോ ഇത് സർക്കാർ പരിപാടിയാണ് എന്ന്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അത് ശരിക്കും പറഞ്ഞാല് വ്യക്തിപരമായ തെറ്റിദ്ധാരണയാണെന്ന് വേണമെങ്കിലും നമ്മളത് ക്ലാരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു, പേരന്റ് എന്ന നിലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ താങ്കൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ കേരളത്തിൽ ഒരു നൃത്ത പരിപാടികൾ എന്ന് പറഞ്ഞത് പുതിയൊരു പരിപാടിയൊന്നുമല്ല. ഗിന്നസ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ചിലപ്പം ആദ്യമായിട്ടായിരിക്കാം. എങ്കിൽ പോലും നൃത്തം എന്ന് പറയുന്നത് പല ആവിഷ്കാര ഭാവങ്ങളിലും നമ്മുടെ ഇവിടെ പല കമ്പനികളും ഗിന്നസ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതും ആദ്യമൊന്നും അല്ല എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ ആദ്യമായിട്ടല്ല. പലതരത്തിലും ഇങ്ങനെ മെഗാ ഇവന്റുകൾ നടത്താറുണ്ട്, എന്നിട്ട് അത് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കാറുമുണ്ട്. അത് നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. ഓക്കെ, നൃത്തത്തിന് വേണ്ടി ഇങ്ങനെ ഒരു എന്റെ അതെ, ഭരതനാട്യം എന്നുള്ള ഇതിൽ ഇങ്ങനെ വന്നു. അപ്പൊ നമ്മളതിലൊരു സംശയ ദൃഷ്ടിയോടെ ഇതിനെ ഞാൻ കണ്ടില്ല, കാണേണ്ട ഒരു സാഹചര്യം വന്നില്ല.
പക്ഷേ ഇന്നലെയാണ് ഈ കുട്ടികളെ, അതായത് ഇപ്പൊ എറണാകുളത്ത് നിന്നുള്ള ഒരു കുട്ടി ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് ഏകദേശം 9 മണിയോടുകൂടിയാണ്. ഈ കുട്ടി വീട്ടിലെത്തുന്നത് രാത്രി 11:30-ക്കാണ്. ഈ ബ്ലോക്കിൽ പെട്ടിട്ട് സാധാരണ അറിയാമല്ലോ, ഇപ്പം കലൂർ സ്റ്റേഡിയത്തിൽ ISLന്റെ ഒരു പരിപാടി ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയിക്കോട്ടെ, കൃത്യമായ ഗതാഗത നിയന്ത്രണം അതിലുണ്ടായിരിക്കുന്നതാണ്. ഇത് യാതൊരു ഗതാഗത നിയന്ത്രണവും ഇല്ല. കുട്ടികളൊക്കെ 4 മണിക്കൂറാണ് പരിപാടി കഴിഞ്ഞ് ബസ്സിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഗുരുതരമായ വീഴ്ചകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല പണപ്പിരിവെന്ന് പറഞ്ഞ് നടത്തിയതിൽ ഞാനും പല വിഭാഗങ്ങളിലും അന്വേഷിക്കുമ്പോൾ ഇതിനൊന്നും വ്യക്തമായ ഒരു പേപ്പർ വർക്കുകളും ഇല്ല. എന്നെ ശരിയാണ്. അത് ഈ ഒരു നൃത്ത ഇവന്റ് നടത്തുവാനായിട്ട് വലിയ ചെലവുണ്ട്. നൃത്ത മത്സരങ്ങളിലും ഒക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ സംശയം വരുന്നത് ഇവർക്ക് വലിയൊരു സ്പോൺസർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പങ്കെടുക്കുന്ന ഈ 12,000-ഓളം കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഒക്കെ ഉണ്ടല്ലോ ഈ അവിടെ ഡാൻസ് ചെയ്യാൻ പോയവരിൽ, ഭരതനാട്യം കളിക്കാൻ പോയവരിൽ. അപ്പോൾ അങ്ങനെ പോയവർക്ക് ഇൻഡിവിജ്വലായിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഇപ്പൊ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാല് ഇതിൽ 12,000 പേരിൽ അധികം ഉണ്ടായിരുന്നോ? നമുക്കറിയുവോ? നമ്മൾ എണ്ണിയോ? 12,000 എന്ന് ഇവര് പറയുന്നു. 12,000-ത്തിൽ അധികം ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് പങ്കെടുക്കുന്നവര് 4,500 രൂപയാണ് കൊടുക്കേണ്ടത്. അതായത് ഡാൻസ് ഗ്രൂപ്പിൽ നിന്ന് വരികയാണെങ്കിൽ കുറവാണ്. 8,000 വരെ വാങ്ങിയവരുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെ അതെ, ഇവര് GST എന്ന് കാണിക്കുമ്പോഴും നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പരിപാടി പോലും, ഇപ്പൊ നമ്മൾ ഒരു ചെറിയ സാധനം പോലും മേടിച്ചാലും നമുക്കതിൽ GST-യെ കുറിച്ച് വ്യക്തമായ ഒരു അറിയിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര മുടക്കി എന്നുള്ളത് അതിൽ കാണിച്ചിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും കൃത്യമായി GST വകുപ്പും ഇവിടെ ഇതെല്ലാം ഉള്ളപ്പോ എനിക്കറിയില്ല, അതായത് ഒരു വെർച്വൽ കമ്പനി എന്ന് വേണം ഇതിനെ നമുക്ക് പറയാം. ഒരു വെർച്വൽ കമ്പനി എന്നുള്ള നിലയ്ക്ക് ഇത് എങ്ങനെ ഇത്രത്തോളം പേരെ സ്വാധീനിച്ചുകൊണ്ട് ഇവർക്ക് ഈ പരിപാടി വലിയ തട്ടിപ്പുകാർ ചെയ്യുന്നതാണല്ലോ. ശ്രീമതി ബിജി, അതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും സംശയം ഉണ്ടായിരുന്നില്ല അല്ലേ ഈ കമ്പനി ഏതാണ് എന്ന് അന്വേഷിക്കാനോ ഒക്കെ? അതിന് കാരണം ദിവ്യ ഉണ്ണി മുന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണോ? ദിവ്യ ഉണ്ണി മുന്നിലെടുത്ത ശ്രീ, ഇതിനകത്ത് നമ്മൾ ഏകദേശം 1 മാസം മുമ്പ് ദിവ്യ ഉണ്ണി എയർപോർട്ടിൽ ഇവര് ഈ ഇതിനു വേണ്ടിയിട്ട് കല്യാൺ സിൽക്സ് ഡിസൈൻ ചെയ്തു എന്ന് പറയുന്ന പട്ട് സാരി എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാട്ടോ. അതൊരു സിന്തറ്റിക് സാരിയാണ്. ആക്ച്വലി വൺസ് യൂസ് ത്രോ എന്നുള്ള ഒരു സാരിയാണ്. അത് അതിന്റെ മെറ്റീരിയൽ ഒന്നും ഒട്ടും കൊള്ളില്ല, വളരെ മോശം ഒരു സാധനമാണ്. അതെങ്ങനെയാണ് ഈ പട്ടുസാരിയുടെ കാര്യം? അത് നിങ്ങളോട് പറഞ്ഞിരുന്നോ നൃത്തത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ പട്ടുസാരിയാണ് തരാൻ പോകുന്നത് എന്ന കോസ്റ്റ്യൂമായിട്ട്? കല്യാൺ സിൽക്സ് പ്രത്യേകമായി നെയ്തെടുത്ത ഒരു സാരിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതേ സാരിയിൽ എന്റെ മോളൊക്കെ ഇത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ദിവ്യ ഉണ്ണി ഈ പറയുന്ന പോലെ ഇതേ സാരി ഉടുത്തുകൊണ്ട് പിന്നെ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. എന്നിട്ട് ഇവര് പിന്നെ ഇങ്ങനെ 12,000 പേരെ പ്രതിനിധീകരിച്ചുകൊണ്ട് വലിയ പരിപാടി നടക്കാണ്, ഞാൻ അതിനുവേണ്ടിയാണ് വന്നതെന്ന് ഇവര് പറയുന്നു. റീൽസ് വളരെ ഫേമസ് ആയിരുന്നു അല്ലേ? റീൽസ് വളരെ ഫേമസ് ആയിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിലൊക്കെ ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്തില് ഈ പറയുന്നത് പോലെ ഒരു ദിവ്യ ഉണ്ണിയെ പോലെ നർത്തകിയായ ഒരാൾ വന്നിട്ട് ഇതിന്റെയൊക്കെ പിന്നില് ഇത്രത്തോളം സംശയത്തിനുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിമർശനപരമായിട്ട് പറയാം, കുറച്ചും കൂടെ ഒക്കെ ഇതൊന്ന് അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ആയിരുന്നു. പക്ഷെ സംശയത്തിന് ഇട നൽകുന്ന ഒന്നും അവിടെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിരുന്നില്ല. ഇന്നലെ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഒരു പന്തുകളി നടക്കുമ്പോൾ കിട്ടുന്ന സ്റ്റേജിന് ഇതിലും ഉറപ്പുണ്ടായിരിക്കും എന്ന് പറയാൻ വേണേ, കാണികൾക്ക് അല്ലെങ്കിൽ വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാനോ ഒരു ട്രോഫി വെക്കാനോ വെക്കുന്നതിന്റെ അത്രയും പോലും ബലമില്ലാതെ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അത് നേരിൽ കാണുകയും കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇത് സത്യത്തില് ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിൽ തോന്നുന്നത്. ഇത്രയും പണം ഇവരെന്ത് ചെയ്തു? 4 കോടിയിലധികം രൂപ ഇവർ പിരിച്ചത് കൂടാതെ ബുക്ക് മൈ ഷോയിലോടുകൂടി അവര് ടിക്കറ്റ് പിരിച്ചിരുന്നു അവിടെ കാണികൾക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഈ പറയുന്ന ഈ ഷമീർ അബ്ദുൾ റഹീം എന്തോ ആണ് അതിന്റെ സിഇഒയുടെ പേര്. അയാളുടെ ഫേസ്ബുക്കിൽ കുറെ ദിവസങ്ങളായിട്ട് ഇതിന്റെ ടിക്കറ്റ് വിൽപ്പനയുടെ പരസ്യം പോലെ അയാൾ അതിനെ ചെയ്യുന്നുണ്ടായിരുന്നു. മൃദംഗ വിഷൻ അല്ലേ? മൃദംഗ വിഷൻകാരുടെ പക്ഷെ അതൊരു വയനാട്ടിലെ കണ്ട ഒരു ഒറ്റമുറി ഓഫീസാണ് അവർക്കുള്ളത്. അതെ അതെ അതെ. പക്ഷെ നിങ്ങൾ അന്നത് അന്വേഷിച്ചില്ല, കാരണം അന്നൊരു സംശയം ഉണ്ടായില്ലല്ലോ അല്ലെ? ഇല്ല, സംശയം ഉണ്ടായില്ല. കാര്യം സത്യത്തിൽ നമ്മളുടെ ഒരു ഇത് മൃദംഗനാഥം എന്ന് പറയുന്ന ഒരു പരിപാടി, ആ മൃദംഗനാഥം നടത്തുന്നത് ഈ പറയുന്ന മൃദംഗ വിഷനാണെന്നും ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പേപ്പർ കമ്പനി ആണെന്നും തോന്നുന്ന രീതിയിലുള്ളത് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്? അങ്ങനെ തോന്നിയില്ല. പക്ഷേ ഇന്നലെ അത് ഞാൻ സെർച്ച് ചെയ്തു. കാര്യം ഇവരുടെ ഒരു ലിങ്ക്, മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു ലിങ്കിലൂടെയാണ് ഇതിന്റെ ലൈവ് പരിപാടി നടന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടി ഞാൻ നോക്കുമ്പോഴാണ് ഇവരുടെ ഈ ഗിന്നസ് റെക്കോർഡിലൊക്കെയുള്ള വ്യക്തമായ ഇവരുടെ പേരുകളൊക്കെ കണ്ടപ്പോഴാണ് ഇതിനകത്ത് നമ്മൾ പറ്റിക്കപ്പെട്ടോ, നമുക്ക് ചതിയെന്നാണോ അത് പറയുന്നത്, നമ്മളൊക്കെ പറ്റിക്കപ്പെട്ടോ? എന്താണ് അങ്ങനെ സംശയം? എന്താണ് വ്യക്തമായ പേരെന്ന് പറയുമ്പോൾ?
ആരാണ്? അല്ല, ഈ പേര് കണ്ടപ്പോഴാണ് അങ്ങനെ തോന്നിയത് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്നത് ഒരു മാഗസിൻ ആണ് ആക്ച്വലി. ആ മാഗസിൻ ആണെന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ എന്റെ അറിവുകൾ പിന്നെ തെറ്റായ ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് വ്യക്തിപരമായി കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതില് ഈ പറയുന്നത് പോലെ അവർക്കാണ് ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടുക, അല്ലാതെ കേരളത്തിനൊന്നും അല്ല. അല്ല, കേരളത്തിന് കിട്ടുമെന്ന് ആരാ പറഞ്ഞു? കേരളത്തിന് കിട്ടുമെന്ന് ഇവർ പറഞ്ഞു. കേരളത്തിന്റെ ഗിന്നസ് റെക്കോർഡ് എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അതിപ്പോ നൃത്ത അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് സംഘാടകർ അങ്ങനെ ആയിരിക്കാൻ പറഞ്ഞത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ദിവ്യ ഉണ്ണി ഇതിനകത്ത് അവരും പറ്റിക്കപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? നമുക്കറിയില്ല. അവരിതിന്റെ മുന്നിലുണ്ടായിരുന്നുവല്ലോ, മാസങ്ങളോളം ഇവരുണ്ടായിട്ട്. ഇപ്പൊ നമ്മളൊരു കമ്പനിയുടെ, ഇപ്പം ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ നമുക്കും കമ്പനി ഉള്ളതാണ്, ഡിൻ ഉള്ള ആളാണ്. നമ്മൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ആശങ്ക. ഇന്നത്തെ ഗവൺമെന്റിന്റെ പല നിയമങ്ങളും, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് നിയമങ്ങളെല്ലാം വളരെ ശക്തമാണ്. ഒരു കമ്പനി ഡിന്ന് ഒരാളത് മാനേജ് ചെയ്യുന്നു, അതിന്റെ ഫയലിംഗ് കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയ ഒരു കാലഘട്ടത്തില് നമ്മൾ ഇടപെടുന്ന ഒരു കമ്പനി എത്രത്തോളം ശരിയാണെന്ന് നോക്കുന്നതിനുള്ള എന്തെല്ലാം വകുപ്പുകൾ ഇപ്പൊ ഉണ്ട്. അങ്ങനെയെങ്കിൽ ദിവ്യ ഉണ്ണിക്ക് അത് നോക്കരുതായിരുന്നോ? അവരും ഇതില് ഈ പറയുന്നത് പോലെ വളരെ ഇതായിട്ട് ഇതിനെ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിലേക്ക് അവിടെ വരുമ്പോൾ അവരും ഇതിന്റെ ഒരു വിശ്വാസ്യതയും സത്യസന്ധതയും ഒക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാണ്. ശരിയാണ്, തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. അവർ സെലിബ്രിറ്റിയാണ്, മാത്രമല്ല അവരാണ് ഇത് മുന്നിൽ നിന്ന് നയിച്ചത്. അവരുടെ പേരിലായിരിക്കുമല്ലോ കൂടുതൽ ആളുകളും ഈ ഒരു ഇവന്റിലേക്ക് വന്നതും. ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇപ്പോൾ നമ്മളോടൊപ്പമുള്ള അരുൺ ദേവ് എന്നൊരാളുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ ഇതിനെതിരെ പരാതി നൽകിയതാണ്. മാത്രമല്ല താങ്കളെപ്പോലെ ഇതിനകത്ത് കുട്ടികളെ അയച്ചവരും പിന്നെ നേരിട്ട് പങ്കെടുത്തവരുമായ പരമാവധി ആളുകളെ അദ്ദേഹം ടെലിഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ആശയവിനിമയം നടന്നിട്ടില്ല തോന്നുന്നു. അരുൺ ദേവ് എന്നുള്ള ആളുമായി സംസാരിച്ചിരുന്നോ ബിജി? ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴും അവര് പക്ഷെ വിശ്വാസത്തിലെടുത്തില്ല. അതായിരുന്നു പ്രശ്നമായത്. കാരണം ഒരു സംശയവും തോന്നാത്ത വിധമായിരുന്നു ഇതെല്ലാം, അല്ലേ? ഇല്ല നമുക്കൊരു സംശയവും തോന്നിയിരുന്നില്ല. പക്ഷെ ഇനിയിപ്പോ നമ്മൾ എന്തിനാണ് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ വന്ന് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, പിന്നെ ഈ അവസരം നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ, അതിന്റെ പേര് ആ കമ്പനിയുടെ എന്തായിരുന്നു ആ കമ്പനിയുടെ ആളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരല്ല യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ, അല്ലേ? ഇല്ല, ഞാൻ ചോദിക്കുന്നത് മൃദംഗയല്ല, മൃദംഗ ഇവന്റ്സ് അല്ലല്ലോ, വേറൊരു പേരാണ് പറഞ്ഞത്. ഓസ്കർ ഇവന്റ്സ് എന്നൊരു കമ്പനിയുടെ ആളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരെല്ലാം ശരിക്കും മൃദംഗ വിഷന്റെ ആളെയല്ലേ പിടികൂടേണ്ടത്, അല്ലേ? അതെ. എന്താ അവരൊക്കെ എവിടെ? എന്തുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്കെതിരെ പോലും വരാത്ത? എന്നെ അത്ഭുതപ്പെടുത്ത അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണൊക്കെ. അത് മാത്രമല്ല, മന്ത്രി പോലും പങ്കെടുത്തൊരു ചടങ്ങാണത്. മന്ത്രി പോലും പങ്കെടുത്ത ചടങ്ങിൽ ഇപ്പോഴും മന്ത്രി എന്താണ് പറയുന്നത്? സംഘാടനത്തിൽ പിഴവില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ആ സുരക്ഷാ പാലിച്ച് മാത്രമേ മന്ത്രി പറയുന്നുള്ളൂ. അത് സംഘാടനം എന്ന് പറയുന്നത് എന്താണ്? ഒരു പരിപാടിയുടെ ആസൂത്രണം തൊട്ട് സംഘാടനം തന്നെയാണ്. അത് ഏറ്റവും ഭംഗിയായി നടത്തി തീരുമ്പോഴല്ലേ അതിലെ പിഴവ് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നന്ദി. താങ്കൾ പരാതി കൊടുക്കുന്നുണ്ടോ? താങ്കൾ പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിൽ? ആലോചിച്ചിട്ടില്ല. അങ്ങനെയും പോലീസ് പറഞ്ഞിരുന്നു. കമ്മീഷണർ പറഞ്ഞതാണ് പരാതി വന്നിട്ടില്ല എന്നാണ്. ഞാൻ അങ്ങനെ അതിൽ ആലോചിച്ചിട്ടില്ല. കാര്യം ഇതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അങ്ങനെ ശരി, നന്ദി ശ്രീമതി ബിജി ഹിലാൽ ഇത്രയും സമയം സംസാരിച്ചതിന്. ബിജി നേരിട്ട് സ്റ്റുഡിയോയിൽ വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് അവർക്ക് ടെലിഫോണിൽ സംസാരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഞാൻ ബിനുവിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീമതി അമ്മു ഔസേപ്പച്ചൻ കൂടി ചേരുന്നുണ്ട്. അമ്മു ഔസേപ്പച്ചൻ, ഇതിപ്പോൾ ഈ മെഗാ ഇവന്റുകളൊക്കെ നടക്കുന്നത്, ഡാൻസിന്റെ മെഗാ ഇവന്റുകൾ ഒക്കെ നടക്കുന്നത് ആദ്യമൊന്നുമല്ല, പല ഇവന്റുകളും എപ്പോഴും നടക്കുന്നതാണ്. പക്ഷേ ഇതിൽ താങ്കൾ തെറ്റ് കാണുന്നുണ്ടോ ഇപ്പോൾ കൊച്ചിയിൽ നടന്ന ഈ ഒരു ഇവന്റ്? അത് എനിക്ക് സദർ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് അക്കാഡമിയാണ്. ഞാൻ BA ഭരതനാട്യം കഴിഞ്ഞ് MA ഭരതനാട്യം കഴിഞ്ഞിട്ട് ഡാൻസ് ടീച്ചർ ആവാൻ അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഡാൻസിന്റെ വീഡിയോ കണ്ടിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഒത്തിരിയേറെ വിഷമം തോന്നിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇത്രയും ഈ ഒരു ഡാൻസിങ് പ്രൊഫഷനിൽ, ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നത് കല അതിൻ്റെതായിട്ടുള്ള ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പഴയ പൂർവികർ നമ്മളെ പഠിപ്പിച്ച അതേ ശൈലിയിൽ ആ ഒരു പ്യൂരിറ്റിയിൽ 5ാമത്തെ വേദമായിട്ട് എഴുതിയതാണ് നാട്യവേദം. എന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു എല്ലാ മൂല്യങ്ങളും ഇനി വരുന്ന തലമുറയ്ക്ക്
നമ്മൾ പകർന്നു കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ നമ്മളുടെ ലൈഫിന്റെ ടൈമും എല്ലാം തന്നെ മാറ്റിവെച്ച് നമ്മൾ പഠിപ്പിക്കുവാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആർക്കും പറ്റും, ഏത് ചെറിയ കുട്ടിക്കും പറ്റുന്നതാണ് ഭരതനാട്യം. ഇത്രയും വർഷം പാരമ്പര്യമുള്ള ഒരു ശാസ്ത്രീയ നൃത്തം ഇത്രയും സിമ്പിളാണ് ഉള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കളിച്ചാൽ മതി ശാസ്ത്രീയ നൃത്തം എന്ന രീതിയിലേക്ക് മാറുന്നു എന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. അപ്പൊ എനിക്കത് വളരെ നമ്മള് ഇത്രയും വർഷം, എൻ്റെ 4ാമത്തെ വയസ്സിൽ ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ്. ഞാനൊരു ക്രിസ്ത്യൻ ആണ്. ഒരു കാസ്റ്റിന്റെ കാര്യം പറയുന്നതല്ല, പക്ഷെ ഒരു ക്രിസ്ത്യൻ കുട്ടി ഒരു ഡാൻസർ ആവുമ്പോൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് നമ്മളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ മറികടന്നാണ് നമ്മൾ ഈ ടീച്ചിങ് ഡാൻസ് ടീച്ചർ എന്നുള്ളൊരു പോസ്റ്റിൽ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നമ്മളുടെ ഡെഡിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഡാൻസ് അതിനോട് അത്രയേറെ സ്നേഹമുണ്ട് നമുക്ക് ആ ആർട്ട് ഫോമിനോട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വർഷങ്ങളായിട്ട് കൈമാറി കിട്ടിയ ഒരു പാരമ്പര്യമാണ് ഭാരതത്തിന്റെ ഒരു ശാസ്ത്രീയ നൃത്തമാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. ഒരു സെമി ക്ലാസിക്കലായിട്ടോ അല്ലെങ്കിൽ പേരില്ലാത്തൊരു നൃത്തമായിട്ട് ഒരു ആർട്ട് ഫോമിനെ പ്രസന്റ് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഭരതനാട്യം എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതികൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. അത് ആരും തന്നെ അതിൻ്റെ ഒരു മൂല്യം ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നൃത്തത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്നും നമ്മളുടെ പാരൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു ചെറിയ കുട്ടീനെ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അത് ഏത് സിലബസ് ആണ്, എത്ര വർഷം പാരമ്പര്യമുണ്ട്, എങ്ങനെയൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന പല കാര്യങ്ങളും ചിന്തിക്കും. ഒരു നൃത്തത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഒരു ബോർഡ് കണ്ട, ഡാൻസിന്റെ ഒരു ബോർഡ് കണ്ട പാരൻസ് അവിടെ കൊണ്ടുവന്ന് ആക്കുന്ന ഒരു കാലഘട്ടം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഗിന്നസ് റെക്കോർഡിൽ കയറിയ കുട്ടികൾ നാളെ ഒരിക്കൽ അതിൽ ഏറ്റവും ഒരു ചെറിയ കുട്ടി ഒരു ബോർഡ് വെച്ചിട്ട് ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പഠിച്ച് ഇതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെക്കാൾ ഏറെ ആ കുട്ടിക്കായിരിക്കും ഒരുപക്ഷെ സ്റ്റുഡൻസിനെ കിട്ടുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും പഠിക്കാതെ ഉള്ള ആൾക്കാർക്കും കളിക്കാം, പഠിപ്പിക്കാം എന്നൊരവസ്ഥയിലേക്ക് ഭാരതത്തിന്റെ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ശാസ്ത്രീയ നൃത്തം മാറുന്നു എന്ന് പറയുന്നത് ശരിയാണ്. താങ്കൾക്ക് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കലൂരിൽ സംഭവിച്ചത്. ശ്രീ വിനു കിരിയത്ത്, ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളാണ് സജി ചെറിയാനെ, സംഘാടനത്തിൽ ഒരു പിഴവും ഉണ്ടായിട്ടില്ല, അത് സുരക്ഷയുടെ കാര്യത്തിലാണെന്ന്. സുരക്ഷയുടെ കാര്യത്തിൽ പിഴവുണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രി പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അത് കണ്ടതാണ്. മാത്രമല്ല ഉമാ തോമസ് MLA ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്. എപ്പോഴും സൗമ്യമായിട്ട് നമ്മളോടെല്ലാം സംസാരിക്കുന്നയാളാണ്, ഇല്ലേ? അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് അതീതയായിട്ട് തന്നെ എല്ലാവരോടും പെരുമാറുന്നയാളാണ് ഉമാ തോമസ്. അവർ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള ഈ വെട്ടിപ്പ് കഥകൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവിടെ സർക്കാരിനെ പോലും പറ്റിച്ചു എന്ന് തോന്നുന്നു, അല്ലേ? ഇവിടെ പരസ്പരം പറയുന്നുണ്ട് വീഴ്ച പറ്റി, സംഘാടകർക്ക് വീഴ്ച പറ്റി, പോലീസിന് വീഴ്ച പറ്റി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ആക്ച്വലി വീഴ്ച പറ്റിയത് വീഴ്ച ചൂണ്ടിക്കാണിച്ച ആളാണ് അരുൺ ദേവ്. നേരത്തെ തന്നെ വീഴ്ച പറ്റിയത് ഉമാ തോമസിനാണ്. അവർ മാത്രമേ വീണുള്ളൂ. അവർ ആശുപത്രി സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഈ നേരത്തെ ഈ അമ്മോ ഔസേപ്പച്ചൻ അല്ലെങ്കിൽ മറ്റവർ പറഞ്ഞ പോലെ നോക്കൂ, ഈ 12,000 പേര്, നിങ്ങൾ ഈ ദിവ്യ ഉണ്ണിയെ ഫോക്കസ് ചെയ്യാതെ ആ 12,000 കുട്ടികളെ ഈ പറഞ്ഞ പോലെ 12,000 എബവ് ആണോ അതിന് താഴെയാണോ എന്ന് നമുക്കറിയില്ല. എന്തൊരു അരോചകമാണെന്ന് പറയും. നോക്കൂ, ഭരതനാട്യം ഡ്രസ്സ് ഇട്ടാൽ അത് ഭരതനാട്യമാണെന്ന് വിശ്വസിക്കുന്ന സംഘാടകരാണ്. അല്ല, ഇവർ പറഞ്ഞ പോലെ ഇത് ട്രഡീഷണലായിട്ട് പഠിച്ചവർക്ക് ഇത് കാണുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഈ ഡാൻസുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഞാൻ ഡാൻസറല്ല. എൻ്റെ ചേച്ചി ഗീതാ കൃഷ്ണകുമാർ 3 തവണ കേരള യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. ചേച്ചി ഡാൻസ് പഠിച്ചത് ചെന്നൈയിൽ അടയാർ ലക്ഷ്മൺ, വെമ്പട്ടി ചിന്നസത്യം, കഥകളി നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, ഓട്ടംതുള്ളൽ തിരുവല്ല പൊന്മ, ഇങ്ങനെ ടോപ്പ് ഡാൻസേഴ്സിൻ്റെ പഠിച്ചതുകൊണ്ട് ആ ഒറിജിനൽ ആ ഡാൻസ് ഫോമിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഇത് മുദ്രാസൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ, പിന്നെ ഇവിടെ ദിവ്യ ഉണ്ണിക്ക് എന്താണ് റോളെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. ദിവ്യ ഉണ്ണി അല്ല ഈ 12,000 പേരെയും പഠിപ്പിച്ചത്. ഒരു കാസറ്റ് എടുത്ത് കൊടുക്കുന്നു, ഓരോ ടീച്ചേഴ്സും അവർക്ക് കുട്ടികളുണ്ടോ ഇല്ലെന്നുള്ള ചുറ്റുപാടുള്ളവരെയൊക്കെ വിളിച്ചിട്ട് അതിൽ നല്ല ഡാൻസ് ടീച്ചേഴ്സ്, ഒരുപാട് നല്ല കുട്ടികൾ കളിക്കുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ മങ്ങിപ്പോകുന്നു ഇതിൻ്റെ ഇടയിൽ. പക്ഷെ പ്രാക്ടീസ് എടുത്തു എന്നാണ് നേരത്തെ ബിജി ഹിലാൽ നോക്കൂ, ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നൊന്നുമല്ല. നോക്കൂ, ഒരു യഥാർത്ഥ ഒരു ഡാൻസ് എന്ന് പറയുന്നത് ഒരു 5-6 വർഷം അതിന്റെ ബേസ്, ഈ അരമണ്ഡലം എന്നൊക്കെ പണ്ടുള്ള കാര്യങ്ങളൊന്നും ഈ കളിക്കുന്ന ആർക്കും ഇല്ല. മുദ്രാസം എല്ലാം ശരിയല്ല അതിനകത്ത് കാണിക്കുന്നത്. ഈ കൈക്കൊക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ട്. ഈ ഡാൻസ് എന്ന് പറയുന്നത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഡാൻസ്. ഇവിടെ യുവജനോത്സവം ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതുകൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടാകുന്നത്? ഇതിന്റെ നേട്ടം ഈ സംഘാടകർ ഒരു കുട്ടിയുടെ 4,000 വാങ്ങിക്കുമ്പോഴത്തേക്കും 12,000 × 4,000 എന്ന് പറയുമ്പോൾ ഏകദേശം 4 crores കഴിഞ്ഞു. ഇതിൽ ദിവ്യ ഉണ്ണിക്ക് മാത്രമേ, പലരുടെ കയ്യിൽ നിന്ന് പല തുകയാണ്. അത് കൂടാതെ വേറെ ഇതിൽ ദിവ്യ ഉണ്ണിക്ക് ചിലപ്പോൾ പൈസ കിട്ടിക്കാണും, കാരണം ആ കുട്ടി ബ്രാൻഡ് അംബാസഡറാണ്. മാത്രമല്ല ദിവ്യ ഉണ്ണി അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഭയങ്കര അരോചകപരമായിട്ടൊരു കാര്യം ഞാൻ പറയാണ്. ഒരു 600-500 മീറ്റർ അപ്പുറമാണ് ബാക്കി കളിക്കുന്ന കുട്ടികൾ. ഇവർക്കെന്താ അവരുടെ കൂടെ കളിച്ചൂടെ?
ഫ്രണ്ടിൽ നിന്ന് കളിച്ചോട്ടെ, ദിവ്യ ഉണ്ണി സെലിബ്രിറ്റിയാണ്, നല്ല ഡാൻസറാണ്, അതിലൊന്നും നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷെ അവരോടൊപ്പം ഇതിപ്പോൾ എന്ത് പറ്റി, ഇതിൻ്റെ ബെനിഫിറ്റ് ദിവ്യ ഉണ്ണിക്ക് മാത്രമാണ്. നേരത്തെ അമ്മു ഔസേപ്പച്ചൻ പറഞ്ഞ പോലെ ഈ 12,000 കുട്ടികൾ നാളെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ എന്നൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട പാരൻസ് കൊണ്ടങ്ങ് ചേർക്കുകയാണ് അവിടെ ഡാൻസിന്. ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കളിക്കാൻ ഇപ്പോൾ ഈ സംഭവം ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഉമാ തോമസിന് ദൗർഭാഗ്യകരമായ വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ്. അല്ല, അതിനു മുമ്പേ 2 ദിവസം മുമ്പേ ചാനലിൽ റിഹേഴ്സൽ കാണിച്ചപ്പോൾ ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. ദൈവമേ, ഇതാണോ? കാരണം പണ്ട് ഞാൻ പറഞ്ഞ ഇത് ഈ വെളിയിൽ വന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോൾ അരുൺ ദേവ് പരാതി കൊടുത്തിരുന്നു ഇതിനു മുമ്പ് തന്നെ, പോലീസ് ഗവനിച്ചില്ല. പോലീസ് പറയുന്ന ന്യായം എന്ന് പറയുന്നത് മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പരാതിയുമായിട്ട് വന്നാൽ ഞങ്ങൾ ബുദ്ധിമുട്ടില്ല. അല്ല, ഉമാ തോമസ് എന്ന് പറഞ്ഞ മാഡം വീഴുന്നതിന് മുമ്പ് ഞാനിത് ഡാൻസുമായി ബന്ധപ്പെട്ട പലരുമായിട്ട് സംസാരിച്ചു. കാരണം വെച്ചാൽ പണ്ട് ഇവിടെ ആദ്യം നടക്കുന്നത് 1000 പേരുടെ മോഹിനിയാട്ടം, അതായിരുന്നു ആദ്യത്തെ. അതിൽ 1000 പേര് മോഹിനിയാട്ടം നർത്തകികളായിരുന്നു. എത്രയോ മാസത്തെ റിഹേഴ്സൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതല്ല 12,000 പേരിന് തികച്ചാൽ അത് ഭരതനാട്യമാവുമോ? നാളെ ഞാൻ 15,000 പേരെ ആളെ ഒപ്പിക്കാനുള്ള ഒരു പരിപാടി മാത്രമായിരുന്നു. ആളെ ഒപ്പിക്കാനും പണം ഒപ്പിക്കാനും ഈ 4,000 രൂപ 4.5 കോടി രൂപയുടെ കണക്ക് കാണണ്ടേ? ഇനി ഈ കുട്ടികളെ സംബന്ധിച്ചോളം 4,000 അല്ല, അവരുടെ റീഹേഴ്സൽ എക്സ്പെൻസ്, അവരുടെ ദിവസം കോസ്റ്റ്യൂംസിന് അവർ 1,600 രൂപ വേറെ അടച്ചു എന്ന് പറയുന്നു. പിന്നെ ഇവരുടെ വണ്ടിച്ചെലവുണ്ട്, ഈ സ്ഥലത്തേക്ക് വരണമല്ലോ. പിന്നെ അതിൽ ഏറ്റവും അരോചകം ഈ ഗ്രൗണ്ടിൽ 12,000 പേര് ഈ നീല ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതിനിടയിൽ ദിവ്യാവിൻ്റെ കുറേ ബ്ലാക്ക് കാറ്റ്സ് കൂടെ പോകുന്നത് മസിലും പിടിച്ചിട്ട് സഹിക്കാൻ പോയി. അതൊന്നും അല്ല ഒരു ഡാൻസ് സ്റ്റേഡിയത്തിൽ ചെയ്യേണ്ട. ഗ്രൗണ്ട് വരെ ദിവ്യാവിനെ അവരും പിടിച്ച് മിഴുങ്ങുകയൊന്നുമില്ല. അവരെ മര്യാദയ്ക്ക് വരാനുള്ളൊരു കൂടെ കുറേ മസിൽമാന്മാരും കൂടെ ആ ഗ്രൗണ്ടിൽ ഇവരെ കൊണ്ട് ഇവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? എനിക്കത് എന്തൊരു വിരോധാഭാസമാണ്. അപ്പം ദിവ്യ പറയണം, അല്ല ഇവിടെ എന്നെ വിട്ടേക്കൂ, ഇനി ഞാൻ നർത്തകിമാരായിട്ട് ഒന്നിക്കാം, ഞങ്ങൾ അവർ അന്യരല്ല, ഞങ്ങളെല്ലാം നർത്തകരാണ് എന്ന് വിചാരിക്കേണ്ടത്. എന്തൊരു വിരോധാഭാസമായിട്ടാണ് ഇത് വിഷ്വൽസ് നിങ്ങളുടെ ഇത് നോക്കിക്കേ. ഇതെങ്ങനെ സഹിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ചോദിക്കേ? അതിൻ്റെ ഇടയിലേക്ക് അവരും ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ്, ആരും ഉപദ്രവിക്കുന്നില്ല. നേരത്തെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള വഴിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോകും. പിന്നെ സ്റ്റേജ് കെട്ടിയ അയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് എന്തിന്? അയാളെന്ത് പഴിച്ചു? അയാൾക്ക് അറിയാമോ നാളെ ഇവിടെ തോമസ് വരുമെന്നോ അവർ വീഴുന്നെന്നോ അയാൾക്ക് അറിഞ്ഞൂടാ. അവിടെ ഒരു ഹാൻഡ് റെയിൽ കെട്ടണമെന്ന് സംഘാടകർ തീരുമാനിക്കണം. പിന്നെ ലൈസൻസ് കൊടുത്ത കോർപ്പറേഷൻ ലൈസൻസ് കൊടുത്താൽ മാത്രം പോരാ, തലേ ദിവസം ഇത്രയും വലിയ പരിപാടിയെങ്കിൽ അവിടെ ഒരു അന്വേഷണം നടത്തണ്ടേ? GCDയുടെ ചെയർമാൻ ചന്ദ്രപിള്ള പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കരാർ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ആ കരാർ പാലിച്ചില്ല. കരാർ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യോ ഇല്ലോ നോക്കണ്ടേ? വല്ലതും സംഭവിച്ചതിന് ശേഷമാണോ? ഇവിടെ കേരളത്തിൽ തട്ടിപ്പുകാർക്കും ഒരു കുറവുമില്ല, തട്ടിപ്പിന് ചെന്ന് പെടുന്നവർക്കും ഒരു കുറവ്. അരുൺദേവ് ഇക്കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിയാവുന്നയാളാണ്, നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടയാളാണ്. അരുൺദേവ്, പിന്നെ എന്താണ് സംഭവിച്ചത്? താങ്കളുടെ പരാതി എന്തായി തീർന്നു ഒടുവിൽ? ഇത് എന്നാണ് അത് സമയം കൂടി പറയണം, എത്ര ദിവസം മുമ്പായിരുന്നു ഈ പരാതി? എൻ്റെ പരാതി പിന്നെ ഇത് 25-ാം തീയതിയാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ പരാതിയിൽ യാതൊരുവിധ അപ്ഡേറ്റും പിന്നെ ഉണ്ടായില്ല. അത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച് ഇവർ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് ഇത്തിരി കൂടെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഒന്നാമത്തത്, ഈ സംഘാടകരിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം പ്രകാരം 12,856 പേരാണ് ഈ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12,000-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറസ്റ്റിലായി എന്ന് പറയുന്ന ഇതേ വ്യക്തിയിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി എന്നെ വിളിച്ച് പറഞ്ഞത് അവസാനമായിട്ട് ഇവരെന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ. അപ്പോൾ ഇത്രയും വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഒന്നാമതായിട്ട് ഇവർ പൈസ പിരിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് റോട്ടിൽ ആംബുലൻസിന് പോകാൻ അവിടെ റോഡിൽ താങ്കൾക്ക് എങ്ങനെയാണ് ഇവന്റ് കാണാനായിട്ട് പോകാൻ അവസരം കിട്ടിയത്? എങ്ങനെയാണ്? താങ്കൾ ഒരു പരാതിക്കാരനും താങ്കളോട് മോശമായിട്ടാണല്ലോ ഇവന്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ പെരുമാറിയത്. എനിക്ക് ഇവന്റിനുള്ള പാസ് കിട്ടിയിരുന്നു. എനിക്ക് ഇവന്റ് അല്ല, അപ്പൊ താങ്കളുടെ പരാതി എന്തായി? താങ്കളുടെ പരാതി എന്തായി? പരാതി പിൻവലിച്ചിരുന്നോ? താങ്കൾ പരാതി പിൻവലിക്കേണ്ടി വന്നിരുന്നോ? പരാതി പിൻവലിച്ചിരുന്നു. അതിലേക്ക് വരാം. അതായത് ഈ പരാതി കൊടുത്തു കഴിഞ്ഞ് ഈ പറഞ്ഞ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ള കാര്യം എന്നെ വിളിച്ച് ഇവർ ധരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവരുടെ ഭീഷണിക്ക്, അതായത് ഇവരെന്നെ സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ നേരിട്ട് ഡയറക്റ്റായിട്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിക്ക് ആയിരുന്നില്ല ഇവരുടെ സംസാരം. ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളിത് ചെയ്യുന്നതിലൂടെ ഇന്ന ആളുകളുടെ ദേഷ്യത്തിന് നിങ്ങൾ ഇരയാവും, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, നമ്മളും വെറുതെ ഇരിക്കത്തില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഭീഷണിക്ക് വഴങ്ങത്തില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇവർ അടുത്ത പരിപാടിയായിട്ട് ഇവരെന്നെ വീണ്ടും സമീപിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും ആളുകൾക്കെതിരെ ഞാനൊരു ഇത് കൊടുക്കുമ്പോൾ ഇത്രയും കുട്ടികളുടെ ചാൻസ് അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഇതായിട്ട് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ കോൺടാക്ട് ചെയ്ത പലരും എൻ്റെ അടുത്ത് ഇതേ കാര്യം തന്നെ ഉന്നയിച്ചു, പരിപാടി ഉള്ളതാണോ അല്ല. അങ്ങനെ ഞാനൊരു അഭിഭാഷകൻ്റെ സഹായം തേടി. അങ്ങനെ അയാളിൽ നിന്ന് ഞാൻ അറിഞ്ഞു, ഇതിനൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ കോടതിയിലോ മറ്റോ പോവുകയാണെങ്കിൽ ഈ പ്രോഗ്രാം നടത്തുന്ന ആളുകൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തും. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് വെച്ചിട്ട്
വിളിച്ചിട്ട് പരാതി കൊടുക്കാം എന്നുള്ള ഒരു ഇത് എനിക്ക് പറഞ്ഞു വന്നു. അപ്പോൾ അത് പ്രകാരം അപ്പോഴാണ് ഇവരും എന്നെ വിളിച്ചിട്ട് ഇതേ കാര്യം പറയുന്നത്. അങ്ങനെ ഞാൻ അവസാനമായിട്ട് ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ ഒരു വട്ടം കൂടെ വിളിച്ചു. ഞാൻ ചോദിച്ചു, മേഡം ഞാൻ മേഡമായിരുന്നു ഫോൺ എടുത്ത്, മേഡം ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, ഇതിലെ പരാതിക്കാരനാണ്, ഈ പരാതിക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, CA ഈ ഫയൽ കണ്ടിട്ടുണ്ടോ, എന്താണ് ഇതിൻ്റെ അടുത്തത്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ യാതൊരുവിധ അപ്ഡേറ്റും ഇല്ല, നിങ്ങളെ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കും, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വിളിക്കണം എന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനമായിട്ട് മറ്റൊരു രീതിക്കും നീതി കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ ഇതേ കാര്യം പരാതിക്കാരൻ എന്നെ വിളിച്ച് അവർ മാപ്പ് പറഞ്ഞു. ഇതുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പരാതി പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവർ തന്നെ എനിക്ക് പാസ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവിടുന്ന് പാസ് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഞങ്ങൾ ഈ പ്രോഗ്രാം എന്താണ്, പ്രോഗ്രാമിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്ത് എത്തുന്നത്. ഇന്നലെ ഏകദേശം 1:30 കൂടി ഞാൻ ഈ കലൂര് സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റേഡിയത്തിലേക്ക് കയറുന്ന ആ ഒരു ടൈമിൽ ഞാൻ കാണുന്നത് ഈ റോഡിന് മെട്രോയുടെ താഴെയായിട്ട് ബസ് നിരത്തി നിർത്തിയിട്ട് ആളിറക്കുന്നതായിരുന്നു. അപ്പുറത്തൂടെ പോകേണ്ട വണ്ടി യൂട്ടേണൊക്കെ എടുക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായി. ഒരു ആംബുലൻസ് അവിടെ കുടുങ്ങി. അങ്ങനെ ആംബുലൻസ് കുറേ നേരം ബ്ലോക്കിൽ പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വണ്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ ഈ കാര്യം ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നു, ഇവിടെ ഒരു ആംബുലൻസാണ് ഈ ബ്ലോക്ക് കുടുങ്ങി കിടക്കുന്നത്, എന്തുകൊണ്ട് വേറെ നടപടിയൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള കാര്യം നോക്കുകയാണ് ചെയ്തത്. കൂടെ തന്നെ അവർ പറയുകയും ചെയ്തു, ഇതിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. ഇതാണ് എനിക്ക് അവിടുന്ന് കിട്ടിയ മറുപടി. ഇതിൻ്റെ സുരക്ഷ ശേഷം ഉള്ളിലുള്ള അവിടെ കണ്ട അധികൃതരുടെ അടുത്ത് ഞാനിത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോഴും ഇതേ കാര്യം പറഞ്ഞു, പ്രോഗ്രാമിന് വന്നാൽ പ്രോഗ്രാമിന് പങ്കെടുത്ത് പോവുക, അല്ലാതെ വേറെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാൻ നിൽക്കരുത്. ഇതായിരുന്നു അവിടുന്ന് 2 സ്ഥലത്തുനിന്നും എനിക്ക് കിട്ടിയത്. ഇന്നലത്തെ ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. ഇതിൻ്റെ സുരക്ഷ ഇതിൽ പ്രോപ്പറായിട്ട് നടന്നില്ല. ഇപ്പം സുരക്ഷ നല്ല രീതിയിലായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഞാൻ 100% പറയും ഇതിൻ്റെ സുരക്ഷ നല്ല രീതിയിലായിരുന്നു. സുരക്ഷയുടെ കാര്യത്തിൽ അതിൽ ചാനലിന്റെ ന്യൂസിൽ സുരക്ഷ മോശമായിരുന്നു എന്നുള്ള കാര്യം മന്ത്രിയും പറയുന്നുണ്ട്, സജി ചെറിയാനും പറയുന്നുണ്ട്. പക്ഷേ സംഘാടനത്തിൽ കുഴപ്പമില്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. പക്ഷേ സംഘാടനം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണല്ലോ താങ്കൾ. നേരത്തെ സംസാരിച്ച ശ്രീമതി ബിജിയും അക്കാര്യം വ്യക്തമായിട്ട് പറയുകയുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രക്ഷിതാക്കൾക്കും ഫീസ് വേണ്ടി വന്നിരുന്നു അല്ലേ, ഈ പറയുന്ന പോലെ പാസ് കിട്ടുന്നതിന് വേണ്ടി? രക്ഷിതാക്കളോടും പൈസ വാങ്ങി എന്നല്ലേ പറയുന്നത് ഇവര്. രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി എന്ന് പറയുന്നു. Booking.com വഴി ഇതാക്കി. ഞാൻ ഇന്ന് രാവിലെ ഒരു ചാനൽ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പം ഒരു കുട്ടിയുടെ രക്ഷിതാവ് വന്നിട്ട് പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന് 12,000 രൂപ വാങ്ങിയിട്ടുണ്ടെന്നാണ്. 2 കുട്ടികളായിരുന്നു. 12,000 രൂപ അവരുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങി. പിന്നെ അതിൻ്റെ പുറമെ ഈ സ്റ്റിച്ചിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേറെയും പേയ്മെൻറ്റ് വാങ്ങി. അപ്പം നമ്മൾ ഈ കൂട്ടുന്ന കണക്ക് പ്രകാരമല്ലല്ലോ, അതിനേക്കാൾ കൂടുതൽ വലിയൊരു എമൗണ്ട് അവിടെ വന്നല്ലോ ഇവരുടെ കയ്യിലേക്ക്. അപ്പം ഏറ്റവും ബേസിക്കായിട്ട് ഈ സംഘാടകരുടെ കാര്യത്തിൽ വളരെ നല്ല രീതിയിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നോർമൽ സ്റ്റേജെങ്കിലും അവർ കൊടുക്കണമായിരുന്നു. ഒന്നാമത്തെ സ്റ്റേജ് ഇല്ല. അവിടെ വന്ന VVIPസിന് അവർ കൊടുത്ത ചെയർ നോർമലി ഒരു ഇതിൽ കവറിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. VVIP എന്നുള്ളൊരിതും കൊടുത്ത് ഒന്നും ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിലില്ല. ഈ പറഞ്ഞ ഇതിലുള്ള ഒരാളെയും പ്രോപ്പറായ രീതിയിൽ എവിടെയും എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇതിൽ പറഞ്ഞൊരു സാധനം, ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളല്ലല്ലോ ശരിക്കും ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് വന്ന മൃദംഗ വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ആൾ എൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചത് പോലും ഈ പുള്ളിയായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു പ്രശ്നം വന്നപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ എവിടെ പോയി എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അവരുടെ സ്വാധീനം അവർ ഉപയോഗിച്ചതാവണം. കാരണം അവർക്ക് എതിരെ യാതൊരുവിധ കേസുള്ളതായിട്ട് അറിവില്ല. അവർ ഹൈക്കോടതിയെ സമീപിച്ചു ജാമ്യത്തിന് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടത്. അപ്പോൾ ഇവരെ ഒന്നും ഇതിൽ എന്തുകൊണ്ട് ഇൻവോൾവ് ചെയ്തില്ല. പിന്നെ ദിവ്യ ഉണ്ണി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു. ദിവ്യ ഉണ്ണി അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരിക്കലും ഞാൻ സമ്മതിക്കുന്ന ഒരു മാറ്ററല്ല. ഞാൻ ഇവരെ അമ്മയെ ഫോണിൽ വിളിച്ച് വളരെ വ്യക്തമായിട്ട് എനിക്കുണ്ടായ അനുഭവം, ഇതിൽ മറ്റു പലരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പേയ്മെൻറ്റിൻ്റെ സ്ലിപ്പ് കൊടുത്തിട്ടില്ല, ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം അവർ നടത്തും എന്നുള്ള പറഞ്ഞത്. ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങൾ വന്നിട്ടുണ്ടോ എന്നാൽ ഞങ്ങൾ നടത്തും. അതിൽ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഈ പ്രോഗ്രാം തടയാൻ എന്നെക്കൊണ്ട് സാധിക്കൂല എന്നാണ് പറഞ്ഞത്. ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു മറുപടി ചെയ്ത്. അപ്പോൾ ഇത്തരം നിയമവ്യവസ്ഥിതികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ഇവിടെ നടന്നു. അതിൽ വന്നു, അതിൽ പ്രശ്നമുണ്ടായി. അത് 100% ഇത്തരത്തിലുള്ള സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള സംഘാടനത്തിലുണ്ടായ വീഴ്ച തന്നെയാണെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അതിലുള്ള എല്ലാ തെളിവും ഇന്നലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഏറ്റവും നിസ്സാരമായിട്ട് ഞാൻ വേറൊരു ഇതും കൂടെ അവിടെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം പറയാം. ഇന്നലെ ഈ നമ്മുടെ പഴയ പ്രധാനമന്ത്രി അതേപോലെ MT സാർ തുടങ്ങിയവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി. അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. അനുശോചനം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി അനാദരവ് കാണിക്കുകയാണ് ശരിക്കും അവർ ചെയ്തത്. ആ സമയത്ത് അപ്പുറത്ത് ഇവർ വരുന്നു, ഇവരുടെ വീഡിയോ എടുക്കുന്നു, കുറേ പേര് കൈപൊക്കി കാണിക്കുന്നു. അപ്പം
ഇത്രയും ഒരു സിറ്റുവേഷനിലും അത്തരത്തിലുള്ള ഒരു മരിച്ചുപോയ രണ്ട് നമ്മൾ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെടുത്ത് അനാദരവ് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും ആ വീഡിയോയിൽ വളരെ വ്യക്തം, അവർ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള അവരുടെ യൂട്യൂബിലുണ്ടത്. അപ്പോൾ ഇതുവരെ ചർച്ചയാക്കപ്പെട്ടൊരു വിഷയമല്ല, പക്ഷേ അതും പരിശോധിക്കേണ്ട വിഷയമാണ്. രാജ്യം ഇത്തരത്തിലുള്ള, പിന്നെ അതും പോരാത്തതിന് ഇത്തരം ഒരു സംഗതി നടന്നിട്ടും ഈ പ്രോഗ്രാം നിർത്തിവെക്കാൻ അതിൻ്റെ സംഘാടകർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പ്രോഗ്രാം കംപ്ലീറ്റ് ആയിരുന്നു അല്ലേ? പ്രോഗ്രാം പൂർത്തിയായി, ഗിന്നസ് റെക്കോർഡും ഇട്ടു അല്ലേ ഈ അപകടം നടന്നിട്ടും? പ്രോഗ്രാം കംപ്ലീറ്റ് ആയിരുന്നു. പ്രോഗ്രാം ഇത് കഴിഞ്ഞിട്ടും പ്രോഗ്രാം അവിടെ നടന്നു എന്നുള്ളതാണ്. ഇത് വേണ്ട രീതിയിലുള്ള ഒരു അനൗൺസ് ചെയ്യാനോ മറ്റുള്ള ആളുകളിലേക്ക് ഇങ്ങനെ ഒരു അപകടം അവിടെ നടന്നു എന്ന് എത്തിക്കാനോ പോലും ഇവർ ശരിയായ രീതിയിൽ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് പോലും ആ സമയത്തൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആദ്യം ഇതിൻ്റെ കൗണ്ടിൽ പറഞ്ഞൊരു കാര്യം തന്നെ, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 12,856 പേരോളം പങ്കെടുത്തു, രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് അവരിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ 12,000-ൽ കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ആളുകൾ നിൽക്കുന്ന പരിപാടി. പിന്നെ ഇപ്പം ഇതേപോലെ തന്നെ പറഞ്ഞു, ഇവർ ഇപ്പം കുറച്ച് മുമ്പ് ഈ സംവിധായകൻ, പുള്ളിയുടെ പേരെനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, പുള്ളി പറഞ്ഞ പോലെ ഇത്തരം ആളുകളിൽ ഒരുപാട് ഈ കുട്ടികളെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് വളരെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട്, ഈ കുട്ടികളിൽ നിന്ന് വളരെ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ദിവ്യഉണ്ണി നിന്നത്. അത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പഴയ ഐത്തത്തിനേക്കാൾ കഷ്ടമായിരുന്നു, അതിനേക്കാൾ ഇതായിരുന്നു ആ സിറ്റുവേഷൻ എന്നുള്ളതാണ് ആ ഗ്രൗണ്ടിൽ കാണാൻ കഴിഞ്ഞ കാഴ്ച. ശരി, ശ്രീമതി അമ്മു, ഒരു പരിപാടിയാണ്. അതിൽ തലേന്ന് സ്റ്റേജും കാര്യങ്ങളും പരിശോധിക്കേണ്ടതായിരുന്നു, അതും പരിശോധിച്ചിട്ടില്ല. അമ്മു, അതെ, ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അരുൺ പറയുന്നത്, അരുൺ പോയി കാണുകയും ചെയ്തു ഈ പ്രോഗ്രാം. പക്ഷെ ഇത്തരത്തിലുള്ള ധാരാളം പരിപാടികൾ നടക്കുമ്പോൾ പലതിലും ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും ചർച്ചയാകാതെ പോയിട്ടും ഉണ്ടാകും അല്ലേ? അത് വളരെ മുൻപ് തന്നെ ഞാൻ കുറെ എനിക്ക് അറിവുള്ള എനിക്ക് ബന്ധമുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ കേരളത്തില് കല വിറ്റ് കാശാവുകയാണ്. അത് വലിയൊരു മാഫിയ പോലെയാണ്. അത് അറിഞ്ഞോ അറിയാതെയോ ഓരോ ചെറിയ ചെറിയ ഡാൻസ് ടീച്ചേഴ്സ് അടക്കം അതിന്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഒന്നും കൂടി ഞാൻ ക്ലിയർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ്, ആദ്യത്തെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഒരു തട്ടിപ്പാണ് അരങ്ങേറ്റം തട്ടിപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മുൻപുള്ള നമ്മളുടെ പൂർവികരെ എഴുതി വെച്ചാണ് ഒരു രീതി വെച്ചിട്ട് 12 വർഷം ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചിട്ട് ഒരു കുട്ടി തനിയെ ഒരു സ്റ്റേജിൽ കയറി ഒരു ഫുൾ മാർഗം കളിക്കുന്ന ഒന്നിനെയാണ് അരങ്ങേറ്റം, ഫസ്റ്റ് എൻട്രി ടു ദ സ്റ്റേജ് എന്ന അർത്ഥം വരുന്ന അരങ്ങേറ്റം എന്ന് ഒരു വലിയൊരു ചടങ്ങായിട്ട് വെച്ചിരുന്നത്. അത് പിന്നീട് ഇപ്പോഴത്തെ കാലഘട്ടം മാറുമ്പോൾ നമ്മളും കൂടെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരും. അത് നമ്മളെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പഠിച്ച എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെ ഗുരുകുല സമ്പ്രദായത്തിൽ ഒരു 12 വർഷം പഠിപ്പിക്കുക ഇത് പ്രാക്ടിക്കൽ ആവുന്ന കാര്യമല്ല. പക്ഷെ എങ്കിൽ കൂടിയും ഇപ്പോ 6 മാസത്തില് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഒരു റെഗുലർ ക്ലാസ് കൊണ്ട് അരങ്ങേറ്റം എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ റെഗുലർ ഫീസിനേക്കാളും ടീച്ചേഴ്സിന് ഇഷ്ടം അരങ്ങേറ്റം നടത്തുന്നതാണ്. ഒറ്റയടിക്ക് ഒരു 10, 20, 30 ചില സ്ഥാപനങ്ങളിൽ 100 കുട്ടികൾ വരെയുണ്ട്. ഒരു 10, 20 സെന്ററുകളിലായിട്ട് ഈ ടീച്ചറിന്റെ എത്രയോ താഴെയുള്ള സ്റ്റുഡൻസ്, മീൻസ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ അത്രയും മറഞ്ഞ സ്റ്റുഡൻസ് ആണ് പല സെന്ററുകളിലും പോയി ക്ലാസ് എടുക്കുകയാണ്. അങ്ങനെ ഒരു 100 കുട്ടികളുടെ ഒക്കെ അരങ്ങേറ്റം അറ്റ് എ ടൈം ആണ് ചെയ്യിപ്പിക്കുന്നത്. ബൾക്കായിട്ട് ഇതിനും വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത്. ഇപ്പോ നമ്മളുടെ ഒരു VVIP ഒരാള് വീണ് ഒരു ഗുരുതരാവസ്ഥയിലേക്ക് വന്നത് കൊണ്ടാണ് ഇത് ഇത്രയും ഈ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിനേക്കാൾ മുന്നേ ചർച്ച ചെയ്യേണ്ടതാണ് അരങ്ങേറ്റം എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് ആരും ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്ന പോലുമില്ല. നന്നായിട്ട് കല പഠിച്ച് അതിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. ഇതിനു വേണ്ടി ജീവിതപ്പോ ഞാൻ മാരീഡ് അല്ല. എന്തുകൊണ്ട് മാരീഡ് അല്ല എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഡാൻസ് തന്നെയാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്നെ പോലെ തന്നെ ഇപ്പൊ മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ യഥാർത്ഥമായ ശുദ്ധമായിട്ടുള്ള റിയൽ ആർട്ടിസ്റ്റുകള്, റിയൽ ഡാൻസേഴ്സ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടഡ് ആവുന്നത് നമ്മൾ ഇത്രയും വർഷം ജീവിതം മാറ്റിവെച്ച് അതിനെ അതുപോലെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുമേ ഒരു ഘട്ടം ആൾക്കാർ ഇതിനെ ബിസിനസ്സായി കണ്ട് ഇങ്ങനൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്.
പറ്റുമെങ്കിൽ അതൊരു വലിയ ചർച്ചയായി കഴിഞ്ഞാൽ ശരിയാണ്. മാത്രമല്ല ശ്രീ വിനു കിരിയത്ത് മന്ത്രിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായ പഠനം നടത്തരുതായിരുന്നു തരത്തിൽ, അല്ലേ? കാരണം അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നതാണ്. ഇപ്പോൾ പരാതി പറയാൻ നിൽക്കുന്നവർ പോലും മടിക്കും. അല്ല, തീർച്ചയായിട്ടും മന്ത്രിയെ സംബന്ധിച്ചുള്ള അങ്ങനെ പറയേണ്ട ആവശ്യതയാണ് ഇവിടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നോക്കൂ, ഗിന്നസ് എന്ന് പറയുന്നതിന് ഒരു ഭയങ്കര ഒരു മൂല്യമുണ്ടായിരുന്നു, ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, ഗിന്നസ് പക്രു ഒരു ഷോർട്ടസ്റ്റ് ഹീറോ എന്ന് പറഞ്ഞിട്ട് കിട്ടിയപ്പോൾ നമ്മളൊക്കെ സന്തോഷിച്ചവരാണ്. ഈ 1000 പേരുടെ മോഹിനിയാട്ടം കണ്ടപ്പോൾ ഞങ്ങളൊക്കെ സന്തോഷിച്ചവരാണ്. ഈ 12,000 പേരെന്ന് പറയുന്നത് ഒരു പത്മ സുബ്രഹ്മണ്യം ജീവിച്ചിരിപ്പുണ്ടല്ലോ ഇവിടെ, പ്രിയദർശിനി ഗോവിന്ദ് ജീവിച്ചിരിപ്പുണ്ട്. അവരെ കൊണ്ടുവന്നിട്ടൊന്ന് ജഡ്ജ് ചെയ്ത് നോക്കൂ, ഇതൊക്കെ ഭരതനാട്യമാണോ എന്ന് നോക്കാത്തണ്ട. ഈ ഗിന്നസുകാർക്ക് ഡാൻസ് അറിയില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇത്തവണത്തെ ഗിന്നസ് ക്യാൻസൽ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. കാരണം അതിൻ്റെ ആധികാരികത നഷ്ടപ്പെട്ടു. ഭയങ്കര അഴിമതികൾ നടന്നു എന്നൊരു ചർച്ച വരുന്നു. ഒരു MLA വനിത വീണിട്ടും പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തു എന്ന് പറയുന്നതിനൊരു അവാർഡ് കൊടുക്കുന്നതിന് എനിക്ക് ദിവ്യ ഉണ്ണിയെ കുറ്റപ്പെടുത്താനും നോക്കില്ല കേട്ടോ. അവർ നല്ല ഡാൻസറൊക്കെ തന്നെയാണ്, അതിലൊന്നും ആർക്കും യാതൊരു സംശയമില്ല. അവരൊരു സെലിബ്രിറ്റി ആയിട്ട് അവരെ ഏൽപ്പിച്ചു. അവർക്ക് 12,000 പേരെന്നുള്ളതൊന്നും അവരുടെ ആശയമായിരിക്കില്ല, സംഘാടകരുടെ ആയിരിക്കും. അവരവരുടെ ജീവിത രീതിയായിട്ട് അത് എടുത്തു. അതിനെ കുറ്റം പറയാൻ നോക്കില്ല. അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു കേട്ടോ. അവരുടെ ഇപ്പോൾ ഇത്തിരി നല്ല ഏജ് ഉണ്ട്, എന്നിട്ട് പോലും ഞാൻ പറയുന്നത് നന്നായിട്ട്. പക്ഷെ അവർ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളുമായിട്ടൊന്ന് ചേർന്ന് നിന്ന് കളിക്കാമായിരുന്നു. ഈ ഒരു നൃത്തം എന്ന് പറയുന്ന സമൂഹ നൃത്തം എന്ന് പറയുമ്പോൾ ഒന്നിച്ചു നിന്ന് കളിക്കേണ്ടതാണ്. അവരെ അന്യരായി കണ്ടുകൊണ്ട് ഞാൻ ലീഡ് ചെയ്യാം എന്ന് പറയുന്നത് ലീഡ് ചെയ്തോ. പക്ഷെ അവരുടെ പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സംഘാടകർ അത് ദിവ്യക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പോട്ടെ, നോക്കൂ, ഞാൻ പേരുകൾ പറയുന്നില്ല. പ്രശസ്തരായ നൃത്ത അധ്യാപകരുടെ ഭരതനാട്യം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കുട്ടികൾ ഇന്നലെ പങ്കെടുത്തു. അവർ ഈ 12 അരുൺ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അരുൺ ഇക്കാര്യം ദിവ്യ ഉണ്ണിയോട് പറഞ്ഞിരുന്നു എന്നാണ്. അപ്പൊ ആദ്യം പറഞ്ഞു അതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടിയില്ല എന്നാ പറഞ്ഞത്. അത് അവരുടെ ഇഷ്യൂ. ഞാൻ പറഞ്ഞത് ഈ 12,000 പേരിൽ നല്ല കളിക്കുന്നവരെ ഒന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഗിന്നസ് ഇപ്പം എന്തുപറ്റി, ഗിന്നസ് ബുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്നുള്ള അവസ്ഥയായി. ഓരോ കുട്ടിയുടെ നിന്നും പൈസ വാങ്ങിച്ചിരിക്കുകയാണ് ഗിന്നസ് പരിപാടി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇടനിലക്കാരിൽ നിന്ന് യുവജനോത്സവങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഇനി തൊട്ട് നോക്കൂ, കുഴൽമന്ദൻ രാമകൃഷ്ണൻ എത്രയോ മണിക്കൂറുകൾ കളിച്ചിട്ടാണ് മൃദംഗം അടിച്ചിട്ടാണ് ഗിന്നസ് ബുക്കിൽ കയറിയത്. ദിവ്യ ഉണ്ണി ഒറ്റയ്ക്ക് ഒരു 8 മണിക്കൂർ നൃത്തം ചെയ്തിട്ട് ഗിന്നസ് ബുക്കിൽ കയറുന്നത് പോലെ അല്ല. ഇത് ഒരു വിലയുമില്ല. 12,000 പേര് കളിച്ചു എന്നുള്ളത് ദിവ്യ ഉണ്ണി മാത്രമായിട്ട് ഡാൻസ് ചെയ്തു, കുറച്ച് പേരും ഡാൻസ് ചെയ്തു. ബാക്കിയൊക്കെ ഡാൻസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുകയില്ല. 12,000 പേര് ഒരേ കളർ ഡ്രസ്സ് ഇട്ടേ ഉള്ളൂ. അതിന് സംഘാടനത്തിലെ മികവിനാണല്ലോ ഈ അവാർഡ്, നാട്യത്തിലെ മികവിനല്ല. അല്ല, 12,000 പേരുടെ ഭരതനാട്യത്തിലെ മികവ് കൂടി കണക്കാക്കണം. നാട്യത്തിന്റെ മികവ് കണക്കാക്കുന്നത് അതിന് ജഡ്ജ്മെന്റ് വേണ്ടേ? ഇത് ആരാ മികവ്? മഞ്ജുഷിന് ഭരതനാട്യം കണ്ടാൽ മനസ്സിലാവോ? ഇല്ലല്ലോ. മോഹിനിയാട്ടം കണ്ടാൽ മനസ്സിലാവോ? ഇത് മോഹിനിയാട്ടമാണെന്ന് അറിയാം ഡ്രസ്സ് കാണുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് സംഘാടനത്തിലെ മികവിന് മാത്രമായിട്ടുള്ള ഒരു ഗിന്നസ്, കുറെ പേരെ പങ്കെടുപ്പിച്ചു, അങ്ങനെ ഒരു അതാണ്, അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ. ആണോ? അതെ. അരുൺ, ഇതിനകത്ത് എന്താണ് ഇത്, എന്ത് അളവുകോലാണ് ഇതിൽ വന്നിരിക്കുന്നത്? ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്തോ സ്ഥാപിച്ച ഒരു റെക്കോർഡ് അതിനെ മറികടക്കുന്നു എന്നുള്ളതായിരുന്നുവല്ലോ ഇവിടെ. അത് കേരളം മറികടക്കുന്നു എന്ന രീതിയിലാക്കിക്കൊണ്ടാണ് ഈ സംഘാടക ആളുകളെ അട്രാക്ട് ചെയ്തത്, അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? അതെ, അങ്ങനെയാണ് കേൾക്കുന്നത്. അങ്ങനെ എന്ന് പറയുന്നത് കേട്ടു. പിന്നെ കേരളത്തിലെ ആളുകൾ മറികടക്കുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെന്നാണ് കേട്ടത്. പക്ഷേ ഇതിൽ പലതിലും പറഞ്ഞല്ലോ, പല കാര്യങ്ങളിലും വ്യക്തത ഇപ്പോഴും ഇല്ല. ഇവർ പലതും പറയുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തത വരുത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അവസാനം ഈ ഗിന്നസ് അവാർഡ്, ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കൽ, അതൊക്കെ ഉണ്ടായോ അവിടെ? അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായോ? ഇതിലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയട്ടെ, വിട്ടുപോയ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഗിന്നസ് റെക്കോർഡിന്റെ ടീമിന് ഞാനൊരു മെയിൽ ഒഫീഷ്യലായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവർ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എല്ലാവർക്കും കിട്ടൂല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നമ്പർ കിട്ടിയാൻ പറഞ്ഞല്ലോ, ഇവരുടെ മൃദംഗനാഥം എന്നുള്ള ഇവരുടെ ഇൻസ്റ്റ ID-യിൽ പിന്നെ കൊളാബ് ആയിട്ടും മറ്റായിട്ടും പോസ്റ്റ് ഇട്ടിട്ടുള്ള സ്റ്റോറി ഇട്ടിട്ടുള്ള ആളുകളെയൊക്കെ ഞാനിത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. അപ്പോൾ അത് അറിഞ്ഞിട്ടും ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, ഇത്രയും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി, ഞാൻ പറഞ്ഞ പല ആളുകളും വീണ്ടും ഇതിൽ പോയി ചാടി എന്നുള്ളതാണ്. ഒന്നുമില്ല, നമ്മൾ ഇത്തരം ഒരു കാര്യം അറിഞ്ഞ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അല്ല. പണ്ട് 1000 പേരുടെ മോഹിനിയാട്ടം കളിച്ചപ്പോൾ 1000 പേർക്കും സർട്ടിഫിക്കറ്റ് പറഞ്ഞത് അവിടെ ഇവരെ പലരും അറിയില്ല. ഇത് ശരിക്ക് ഇത്രയും ആളുകൾ പങ്കെടുത്തു എന്നുള്ളൂ. ശരിക്കും ഇത് കളിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത്രയും ആളുകൾ ഇതാക്കി അല്ലെ അത് ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് പങ്കെടുത്തു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അതാണ് മാനദണ്ഡം. പങ്കെടുത്ത എണ്ണത്തിനാണ് മാനദണ്ഡം, അല്ലാതെ ഇവരുടെ പെർഫോമൻസിനല്ലല്ലോ. അതായത് നാട്യത്തിനല്ല അവിടെ കലയെ കൊല്ലുകയല്ലേ? അതിപ്പോ ഞാൻ വിചാരിച്ചാലും 15,000 പേരെ കൊണ്ട് നാളെ കുച്ചിപ്പിടി വെക്കാൻ അവിടെ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം. ഇവിടെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ മാതിരി കല മരിച്ചു. അതെ.
ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഏറ്റവും ഒടുവിൽ ഹോസ്പിറ്റലിൽ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ചും ഉമാ തോമസ് വെന്റിലേറ്ററിലാണ്. അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശ്വാസകോശത്തിലുണ്ടായിരിക്കുന്ന ചതവ് അതാണ് ആശങ്കയുണ്ടാക്കുന്നത്. അപകടനില തരണം ചെയ്തിട്ടില്ല, അവർ നിരീക്ഷണത്തിലാണ്. ഡോക്ടർമാർ മുഴുവൻ സമയവും അവരെ നിരീക്ഷിക്കുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും ഇപ്പോൾ റിനൈ മെഡിസിറ്റിയിൽ ഉണ്ട്. എന്തായാലും അവരുടെ തിരിച്ചുവരവിന് വേണ്ടി സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ശ്രീ വിനു കിരത്ത്, ഈ അന്വേഷണം നിലയ്ക്കരുത്, ഇക്കാര്യത്തിൽ ഇതൊരു തട്ടിപ്പ് ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. കാരണം ആ ഗിന്നസിന്റെ ഇത് നഷ്ടപ്പെടുന്നു. ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിന്നസ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞത്, അതിന്റെ മൂല്യം കളയണമെന്നൊരു വലിയ അഭ്യർത്ഥനയുണ്ട്. ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും അരുൺ നേരത്തെ പറഞ്ഞതുപോലെ അവർ വരണം, അതായത് ഈ മൃദംഗ വിഷൻ അവർ നിയമത്തിന് മുന്നിലേക്ക് വരണമെന്ന് പറയുന്നു. അവർ പക്ഷേ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. കാരണം ഒരു അറസ്റ്റ് അവർ ഭയക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ താങ്കൾ അവരുടെ ഫുൾ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇവർ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പരിപാടികൾ, യഥാർത്ഥത്തിൽ ഇതിൽ പ്രതി അവരാണ്, അവർ ഇതിനു മുൻപ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ? താങ്കൾ ആ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് പരിശോധിച്ച സമയത്ത് ഇതിൽ പിന്നെ ഇവരുടെ വെബ്സൈറ്റിൽ നിന്നും മറ്റു പറഞ്ഞത് ഇവർ ഏകദേശം 205ഓളം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള. പക്ഷേ അതിൽ എത്ര പ്രോഗ്രാംസ് ഇവർ പ്രോപ്പറായിട്ട് കംപ്ലീറ്റഡ് ആയി എന്നുള്ളത് ആർക്കും അറിയില്ല. ഇത് വെറും ഒരു എണ്ണം മാത്രമാണ്. ഇത് ഏതൊക്കെയാണ് പ്രോഗ്രാം എന്നുള്ളതില്ല. വെറുതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുന്ന പോലെയാണ് എനിക്കത് ഇത് റീഡ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത്. പക്ഷേ ഇതിനു വേണ്ടിയുള്ള വലിയ പ്രൊമോഷൻ അവർ കൊടുക്കുന്നുണ്ടായിരുന്നല്ലേ? വലിയ പരസ്യങ്ങൾ കൊടുക്കുന്നു, സോഷ്യൽ മീഡിയയിലെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നു അല്ലേ? വളരെ വളരെ വലിയ രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അവർ ദിവ്യ ഉണ്ണിയെ വളരെ വലിയ രീതിയിൽ ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു റീച്ചും കൂടെ ഇവർക്ക് വളരെ നല്ല രീതിയിൽ ഗുണകരമായിട്ട് വന്നു. സത്യം പറയുകയാണെങ്കിൽ അവരാണ് ഈ പ്രോഗ്രാം, ഇതൊരു ചെറിയൊരു തട്ടിപ്പായിട്ട് നടക്കുന്ന ഒരു സാധനം ഇത്രയും വലിയൊരു ഇതിലേക്ക് എത്തിച്ചതിൽ ഈ പറയുന്ന പുള്ളിക്കാരത്തിക്ക് വളരെ നല്ല രീതിയിലുള്ള പങ്കുണ്ട് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി പുള്ളിക്കാരത്തി ഇത് അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം ഒരു ഇതിലേക്ക് പോയതല്ല. അപ്പം ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് ഇൻഫോം ചെയ്താൽ അതിലൊന്ന് അലേർട്ടായിരിക്കും. എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് അന്വേഷിക്കാനെങ്കിലും ശ്രമിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവരറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമല്ലേ. പിന്നെ മറ്റു ചില സെലിബ്രിറ്റികളും കൂടി ഉണ്ടായിരുന്നു ഇതിന്റെ പ്രൊമോഷന് വേണ്ടി സിനിമാ രംഗത്തെ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള പ്രൊമോഷന് വേണ്ടി വീഡിയോസ് ഒക്കെ ഇറക്കുമ്പോൾ ഈ മൃദംഗ വിഷന്റെ മൃദംഗനാദം അല്ലേ, ഇതിന് ആശംസകൾ നേരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നോ പോസ്റ്റുകൾ? അല്ല, ഇത് അംബാസിഡറായിട്ട് വരുന്നതും ഷെയർ ചെയ്യുന്ന രണ്ടല്ലേ. ആശംസ നമുക്ക് ആരോടും ചോദിക്കാമല്ലോ. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്, ഇതിലേക്ക് ഒരു ആശംസാ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കൂലല്ലോ, ഒട്ടുമിക്ക ആളുകളും കൊടുക്കുമല്ലോ. പക്ഷേ അവരെടുത്ത് ഈ രീതിയിൽ അവരെ പോലും പെയ്ഡ് ആയിക്കൊണ്ടാവണമെന്നില്ലല്ലോ. ആശംസാ വീഡിയോ ചോദിക്കുന്ന ഒരിക്കലും ഒരു ആശംസാ വീഡിയോ ആവണമെന്നില്ല. പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവരങ്ങനെ ആയിരിക്കില്ലല്ലോ. ഇവരുടെ എല്ലാ കാര്യത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ജഡ്ജായിട്ട് വന്ന അവസ്ഥയിലോ ചോദിക്കുക യുവജനോത്സവങ്ങൾക്ക്. കാരണം റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കയ്യിരിക്കുക. അരുൺ, താങ്കൾ ഒരിക്കൽ പിൻവലിച്ച പരാതിയാണ്. ആ പരാതി ഇനി കൊടുക്കുവാൻ താങ്കൾ തയ്യാറാകുമോ? അങ്ങനെ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, വേറൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യം കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും പിന്നെ എറണാകുളം കളക്ടർക്കും അതുപോലെ തന്നെ എറണാകുളം കമ്മീഷണർക്കും കേരള പോലീസ് മേധാവിക്കും ഇതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തര നടപടി എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഈ നേരം വരെ പരാതിക്ക് യാതൊരുവിധ വിവരമില്ല. പരാതി കണ്ടതായിട്ടുള്ള ഒരു മറുപടി പോലും ഈ പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ ഒരു കംപ്ലൈന്റും കൂടെ വെച്ചിട്ടുണ്ട്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. കമ്മീഷണർ പറഞ്ഞത് ഒരു പരാതിയും ഇതുവരെ ഇതേക്കുറിച്ച് വന്നിട്ടില്ല എന്നാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: ഉമാ തോമസിന്റെ അപകടത്തിന് പിന്നിൽ സംഘാടകരുടെ വീഴ്ചയോ? അതേ എന്ന് 89% പ്രേക്ഷകർ. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.